കാലം മാറുന്നതനുസരിച്ച് വിശ്വാസങ്ങളെ മാറ്റേണ്ടതുണ്ടോ ഒരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഞാനൊരു സംഭവ കഥ പറയാം. എനിക്ക് നേരിട്ട് ഒരു സംഭവമാണ്. ഈ സംഭവം നടക്കുന്ന 1 വർഷം മുമ്പാണ്. ഞാനൊരു ദിവസം രാവിലെ ഒരു ചുക്ക് കാപ്പി വാങ്ങാൻ വേണ്ടിയിട്ട്, എനിക്കൊന്ന് ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചുക്ക് കാപ്പി കുടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. രാവിലെ ഒരു 6:30 മണി സമയമാണ്. ആ സമയത്ത് ഞാനൊരു നാട്ടുപ്രദേശത്തുള്ള ഒരു കടയിൽ അവിടെ ചെന്നു. നമ്മൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്ന ഒരു കടയുണ്ടായിരുന്നു. ആ ചേട്ടൻ അടച്ചിരിക്കുകയാണ്. കുറച്ചപ്പുറം മാറി വേറൊരു കടയിലാണെന്ന് പോകേണ്ടി വന്നു. അവിടെ ചെന്ന സമയത്ത് ചുക്ക് കാപ്പി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ അദ്ദേഹം കട തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ചുക്ക് കാപ്പി വേണം. അപ്പൊ അദ്ദേഹം എനിക്കൊരു പാക്കറ്റ് കാപ്പി എടുത്തു തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, രാവിലെ കൈനീട്ടമാണ്, ക്യാഷ് തരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സത്യം പറഞ്ഞ അന്നേരം ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ജിപേ ചെയ്യാൻ ഉദ്ദേശിച്ചിലാണ് ഞാൻ പോയത്. ഞാൻ പേഴ്സ് എടുത്തിരുന്നില്ല, ക്യാഷ് എന്റെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല എനിക്ക് കൈനീട്ടമാണെങ്കിൽ അത് ക്യാഷ് തന്നെ വേണം. അതിനുശേഷം പിന്നീടുള്ള കച്ചവടമൊക്കെ ജിപേ ആയാലും കുഴപ്പമില്ല, അതെന്റെ ഒരു വിശ്വാസമാണ്, എനിക്ക് അങ്ങനെ തന്നെ വേണം, നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്നേരം പൈസ കൊടുക്കാനില്ലാതിരുന്നുകൊണ്ട് ആ സാധനം തിരിച്ചു കൊടുത്ത് എനിക്ക് വാങ്ങാതെ പോകേണ്ടി വന്നു. അപ്പോ ഞാൻ തിരിച്ച് ടൗണിൽ വന്ന് മറ്റൊരു സൂപ്പർ മാർക്കറ്റ് ആ സമയത്ത് അവിടെ തുറന്നു വരുന്നേ ഉള്ളായിരുന്നു. 7 മണി സമയമായി അപ്പൊ രാവിലെ. അപ്പൊ അവിടെ കയറി ഷട്ടർ പൊക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചുക്കാപ്പി വേണമെന്ന് പറഞ്ഞപ്പം അവരെനിക്ക് ഇത് തന്നപ്പം എന്റെ അടുത്ത് പറഞ്ഞു, സാറേ ക്യാഷ് വേണ്ട, രാവിലെ ജിപേ ചെയ്താൽ മതി, തുറന്നു വന്നതേ ഉള്ളൂ, എനിക്ക് ജിപേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നി. എന്ന് വെച്ചാൽ ഒരിടത്ത് ക്യാഷ് വാങ്ങിക്കുന്ന സമയത്ത് മറ്റൊരിടത്ത് ജിപേ മതി എന്ന് പറയും. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആദ്യം കൈനീട്ടം അങ്ങനെ ക്യാഷ് വേണമെന്നുള്ള വിശ്വാസങ്ങളില്ലേ? അത് കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമാണ് അന്നേരം ആ കുട്ടി പറഞ്ഞത്. കേട്ടോ സാർ, എല്ലാം എനർജി അല്ലേ, ക്യാഷ് ആയാലും എനർജി അല്ലേ. കാണുന്ന രീതിയിലെ ക്യാഷിനെ മാറ്റി പേപ്പർ ഫോമിലോ അല്ല നാണയ ഫോമിലോ ആയി വരുമ്പോഴല്ലേ നമുക്കൊരു ഫിസിക്കൽ ഫോം അതിന് വരുന്നത്. അല്ലെങ്കിൽ അതെല്ലാം ഒരു എനർജി അല്ലേ. ചിന്തിച്ചു നോക്കൂ, ശരിയാണോ? ക്യാഷ് എനർജിയാണോ? അത് പല ഫോമിൽ. അപ്പൊ ജിപേ ആയിട്ട് അത് വരുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡായിട്ട് വരുന്നുണ്ട്, ഡെബിറ്റ് കാർഡായിട്ട് വരുന്നുണ്ട്, അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്നും അതിന് ഒരു ഫിസിക്കൽ ഫോം ഇല്ല, ശരിയല്ലേ? നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് പേപ്പർ നോട്ടായിട്ടോ കോയിനായിട്ടോ ഒക്കെ വരുന്ന സമയത്താണ് ആ ക്യാഷിനെ നമുക്കത് കാണാൻ പറ്റുന്നത്. അല്ലാത്ത സമയത്ത് അവിടെ കാണാൻ പറ്റുന്നില്ല. ഒരു പ്രോഡക്റ്റ് നമുക്ക് തരുന്ന സമയത്ത് അതിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നതാണ്. വിശ്വാസങ്ങൾ, അതായത് ഒരാളുടെ വിശ്വാസം. ആദ്യത്തെ ആ ചേട്ടൻ, ആ പ്രായമുള്ള ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസമായിരുന്നു കട തുറക്കുമ്പോൾ ആദ്യത്തെ സെയില് അവിടെ ക്യാഷ് ആയിട്ട് തന്നെ വാങ്ങണം എന്നുള്ളത്. ഈ പെൺകുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയായിരുന്നു, ഒരു 20-22 വയസ്സ് പ്രായമുള്ളായിരുന്നു. അവർക്ക് ക്യാഷ് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവൾ ജിപേ മതി എന്ന് പറഞ്ഞു. ഈ വിശ്വാസങ്ങൾ, അതായത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ അതുവഴി പോയപ്പോൾ ആ കട അടഞ്ഞു കിടക്കുന്നു. തൊട്ടടുത്ത കടയിലെ പുള്ളിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അവിടെ സെയിൽ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയത്? നഷ്ടമായതുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് സാഹചര്യത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസമായിരുന്നു, അപ്പം ഈ ആദ്യത്തെ സെയിൽ ക്യാഷ് തന്നെ വേണമെന്നൊക്കെ ഉള്ളത്. ആര് തന്നെ ആയാലും ആദ്യം ചെല്ലുന്ന കസ്റ്റമർ അവിടെ ക്യാഷ് കൊടുക്കാനില്ലാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ഈ കടക്കാരന് സ്വാഭാവികമായിട്ട് എതിരായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പൊതുവെ ആ ഒരു വികാരമായി മാറി 1-2 കൊല്ലം കൊണ്ട് പൊതുവെ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടായിരിക്കാം അത് ക്ലോസ് ചെയ്ത് പോകേണ്ടി വന്നത്. അല്ലെ, കസ്റ്റമർ വരാതിരുന്നാലും ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് എത്രയാണ്, കാലാനുസൃതമായിട്ട് നമ്മളുടെ വിശ്വാസത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഒരുപക്ഷെ കാലം നമ്മളെ മാറ്റിക്കളയും, നമ്മൾ തന്നെ ഇല്ലാതായി പോയെന്നിരിക്കും. താങ്ക് യു.